മുളക് കഴിച്ചാൽ അലർജി ഉണ്ടാവും അത്ര. ഈ ചുമയില്ലേ, കുത്തി കുത്തി ചുമ, ഈ ചുമ വരുന്നത് മുളകടിയൊക്കെ കഴിച്ചിട്ടാണെന്നാണ് പറയുന്നത് അല്ലേ. ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ചതച്ചിട്ടതാണ് ഇതിൽ. ഇഞ്ചി തൈര്, ഇത് നന്നായിട്ട് വെക്കാം. ഇതെന്താണെന്നറിയോ? മുരിങ്ങയുടെ ഇല. ഇന്നലെ നമ്മൾ വെച്ചില്ലേ മുരിങ്ങയുടെ ഇല. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, വിളക്ക് കൊളുത്തി, നാമം ചൊല്ലി. ഇനി യോഗ ചെയ്യണം കേട്ടോ. അതിൻ്റെ സമയം ബാക്കി കിടക്കുകയാണ്. പക്ഷേ അതിന് മുന്നായിട്ട് ഞാൻ മുറ്റത്ത് നമ്മൾ ഇന്നലെ ചെയ്ത വർക്കിൻ്റെ അനന്തര ഫലം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്. നമ്മൾ ഇന്നലെ അവിടെ കുറേ ചെടികളൊക്കെ വെച്ചില്ലേ, മാംഗോസ്റ്റീൻ വെച്ചിട്ടുണ്ട്. ഓരോന്നും നോക്കാട്ടോ നമുക്കത് എത്രത്തോളം ആയി, എന്തായി, ക്ഷീണമുണ്ടോ, അതിന് സന്തോഷമായിട്ടുണ്ടോ നമുക്ക് നോക്കാട്ടോ. രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഞാൻ ഈ നെറ്റൊന്ന് വലിച്ചു കെട്ടിയതാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഈ കോവൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കോവലിനൊന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിക്കണേ. അതിൻ്റെ ഈ വലയുടെ മുകളിൽ കയറ്റണം. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മാംഗോസ്റ്റീൻ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? കയറി നിൽക്കുന്നുണ്ട് ഇവിടെ. നല്ല മഴ പെയ്തപ്പോഴേ വെള്ളമൊന്നും കെട്ടി നിൽക്കാണ്ടിരിക്കാനായിട്ട് പേരാണോ നമ്മുടെ മാംഗോസ്റ്റീൻ അവിടെ. പിന്നെ ഇവിടുത്തെ കുറേ വേസ്റ്റ് കല്ലുകളൊക്കെ ഇന്നലത്തെ ഉണ്ടായതൊക്കെ പറക്കി നല്ല കല്ലുകൾ മാറ്റിയിട്ട് ഇനി വെള്ളത്തിൽ കൊണ്ടിടണം. അവിടെ കുറേ പണിയുണ്ട്. നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പുകളാണ് കേട്ടോ. അതിപ്പോൾ മുകളിൽ കയറ്റി വെച്ചിരുന്നത് വെച്ചാൽ ഈ താഴെ കളയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പ്ലാവും തൈ, കറിവേപ്പിനൊക്കെ കുറച്ച് ചാണപ്പൊടിയും നമ്മുടെ ഇന്നലത്തെ ഇവരുടെ വളമൊക്കെ കുറച്ച് ഈ കറിവേപ്പിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നന്നാവും. അതുപോലെ ഈ മുളക് തൈ ചാക്കിൽ മുളക് പാവിയതാട്ടോ. പാവിയതല്ല മുളക് തൈ, ചാക്കിൽ പഴയ ചാക്കുകളിൽ വെച്ചതാണ്. കുറച്ച് നാളിരിക്കും. അവർക്ക് നല്ല കരുത്ത് വരുന്നുണ്ട് കേട്ടോ. ചാണപ്പൊടി ഇന്നലെ എല്ലാ സാധനം ഇട്ട് കൊടുത്തിട്ട് ഇവർക്കും. നമ്മുടെ റംബൂട്ടാൻ ഈ 4 നമ്മൾ ഇന്നലെ വെച്ചത്. മതിലിനോട് ചേർത്ത് ഞങ്ങൾ കുറച്ച് ചെമ്പരത്തികൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ, ദിസ് വൺ, ഇത് അപ്പുറത്തെ വടക്കോത്ത് നേർന്ന ചെടിയാണ്. ഞാനതിൻ്റെ തൈ ഇവിടെ കൊണ്ടുവച്ചു. കാരണം അവിടെയൊക്കെ നല്ല ഭംഗിയിൽ പുല്ല് വെച്ചപ്പോഴേ ആ പുല്ലിൻ്റെ ഉള്ളിൽ സമ്മതിക്കില്ല അവർ നിൽക്കാനായിട്ട്. അപ്പം ഞാനിവിടെ കൊണ്ടുവച്ചു. ചുണ്ടങ്ങ നമുക്ക് കഴിക്കണ്ടേ. ഈ ചെമ്പരത്തിയുടെ ഇലയൊക്കെ പുഴുതിനുണ്ട്, മരുന്നടിക്കണം. പിന്നെ നമ്മുടെ തിരുവാതിരയ്ക്ക് വയ്ക്കണ കുത്തിക്കിഴങ്ങ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഇവിടെ ആ പ്ലാവിൻ്റെ കറക്കെ കുറേ ഉണ്ട്. പക്ഷെ എളുപ്പത്തിൽ പറക്കാൻ ഇവിടെ ഒരെണ്ണം കൊണ്ടുവച്ചതാണ്. ഒരു അവലോകനം മാത്രം കേട്ടോ, ഒരു അവലോകനം മാത്രം. ഇതെല്ലാം ഭംഗിയുള്ള പൂവല്ലേ. വെള്ളിലമില്ലേ, വെള്ളിലം, അതിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടതാട്ടോ. വെള്ളിലത്തിന് പറയില്ലേ, അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടെ മോള് മഹാസുന്ദരി എന്ന് പറയും. അതിൻ്റെ ഇല ഇങ്ങനത്തെ അല്ല, അതിൻ്റെ വേറെ വകഭേദം. ഇല ഇങ്ങനത്തെ, പിന്നെ വെള്ള ഇല, മഞ്ഞപ്പൂവ്. വെള്ളത്തിന് പച്ച ഇല, വെളുത്ത ഇല, ചുവന്ന പൂവ്, അങ്ങനെയാണ്. ഇതിൽ നേരെ മറിച്ച പച്ച ഇല, മഞ്ഞപ്പൂവ്, വെള്ള ഇല. ഇതാണ് നമ്മുടെ വെള്ളിലത്തിൻ്റെ കൂട്ടുകാരി. നല്ലതല്ലേ? ഇത് സൂപ്പറല്ലേ? നോക്കൂ, ഇത് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. കൊല കൊലയായിട്ടുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്. വളമിട്ടത് ആളോട് നിൽക്കുന്നുണ്ട് കേട്ടോ, എന്തായെന്ന് അറിയില്ല. സൂപ്പറായിട്ട് പൊളിങ്ങണ്ടാ എൻ്റെ പൊന്നി. എന്ത് രസമല്ലേ, അടിപൊളി അടിപൊളി. ഇന്നത്തെ കുറേ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. ഒരെണ്ണം അതിലുണ്ട് പൊട്ടിക്കാല്ലേ. ഒരെണ്ണം പോയി, ഒരു മുട്ടുണ്ട്. ഒരെണ്ണം പോയി, ഇവനെ പൊട്ടിക്കുക. ഇവനാണ് ഉണ്ണികൃഷ്ണൻ്റെ തലയിലേക്ക് പാകത്തിനുള്ള ആൾ.
കൂവളത്തിൻ്റെ മുകളിൽ കയറിക്കുക. രസമല്ലേ കാണാനായിട്ട്. വേറെ ഇവിടെ പൂനെ തുടങ്ങിയിട്ട് കുട്ടികൾക്ക് അതാ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ. ചുവന്ന ചെടി. നമുക്ക് രാവിലത്തെ ഭക്ഷണം തുടങ്ങാം കേട്ടോ. കുടിവെള്ളം വെച്ചു, പാലൊഴിച്ചു, ദോശ ഉണ്ടാക്കാം. നമുക്ക് റാഗി ദോശ. ഇത് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഓൾറെഡി കണ്ടോ ഫുള്ളായി. ദോശയ്ക്ക് നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ഉള്ളിച്ചമ്മന്തി. ഉള്ളി മീൻസ് തക്കാളി ചമ്മന്തി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. സവാള, ഒരെണ്ണം, പച്ചമുളക് ഒരെണ്ണം, കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 4-5 അല്ലി, തക്കാളി ഒരെണ്ണം, കറിവേപ്പില, ചമ്മന്തിക്കുള്ളത് വഴന്ന് കഴിഞ്ഞു. ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാം കേട്ടോ. ഇത് കൂടി ചേർത്ത് അരയ്ക്കാം. എല്ലാവർക്കും ദോശ ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിക്കുന്നത് ദോശയല്ല കേട്ടോ. യെസ്റ്റർഡേയ്സ് ചോറ്. ഫസ്റ്റാണ് കേട്ടോ ജയശ്രീയ. തണുത്ത ചോറ് ഉണ്ടോ? തണുത്ത ചോറ്. ഇതെന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഇഞ്ചി തൈര്. ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ചതച്ചിട്ടതാണ് ഇതിൽ. ഇഞ്ചി തൈര്. ഇത് നന്നായിട്ട് വെക്കാം. ഇതെന്താണെന്നറിയോ? മുരിങ്ങയുടെ ഇല. ഇന്നലെ നമ്മൾ വെച്ചില്ലേ മുരിങ്ങയുടെ ഇല വെച്ചതാണ്. ദിസ് ഇസ് മുരിങ്ങയുടെ ഇല. ഇതൊന്ന് മാങ്ങക്കറി. രസവേം കഴിച്ചോളൂ കേട്ടോ. നല്ല സൂപ്പറാ. ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ. നല്ല ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു ആഹാരമാണ് രാവിലത്തെ വെള്ളച്ചോറ്, പഴഞ്ചോറ് എന്നൊക്കെ പറയും. അതും തൈര് കൂട്ടിയിട്ട് കഴിച്ചാൽ സൂപ്പർ സൂപ്പർ. പിന്നെ എനിക്ക് മാങ്ങക്കറി ഉണ്ട്, പിന്നെ മുരിങ്ങയുടെ ഇല ഉപ്പേരി ഉണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഉച്ച വരയ്ക്ക് ഒന്നും കഴിക്കണ്ട. നല്ല എനർജി ഉണ്ടായിരിക്കും. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല മാങ്ങക്കറി കൂട്ടിയിട്ട്, മാങ്ങ അച്ചാറ് കൂട്ടിയിട്ട്, മോര് അല്ലെങ്കിൽ തൈര്, ഇഞ്ചി തൈര് ഉണ്ടാക്കിയിട്ട് ഇത് കൂടെ കൂട്ടിക്കുഴച്ചിട്ട് കഴിക്കുക. എന്താ രസം.
എന്താണ് ആരോഗ്യം ഉണ്ടാവുക എന്നറിയോ മക്കളെ? നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ എല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് മോൻ്റെ അങ്ങോട്ട് കുടിക്കും. എന്താ രസം എന്നറിയോ? സൂപ്പറാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് നോക്കൂ കേട്ടോ, ഇടയ്ക്കൊക്കെ. നല്ലതാ, എന്താ ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഇനി ഉച്ച വരയ്ക്ക് നല്ല ശക്തിയായിരിക്കും. കാരണം പഴഞ്ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണം അല്ലേ? സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, കേരളീയരുടെ. ഇന്നലത്തെ ചോറാണ്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഞാൻ, പുറത്ത് വെച്ചിട്ട് ചോറ് ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പിട്ട് അവിടെ വെച്ചു. ഇന്ന് രാവിലെ ഞാൻ അതിൽ നിന്ന് വാരിയെടുത്തു. വെള്ളം കുറച്ച് വെള്ളം എടുത്തു, പിന്നെ കുറച്ച് മറ്റേ പച്ചവെള്ളം ഒഴിച്ചു, പിന്നെ തൈര് കൂട്ടി. സൂപ്പർ. ഇഞ്ചി തൈര് പ്ലസ് ഉപ്പേരി മാങ്ങക്കറി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മുരിങ്ങയുടെ ഇല ഇന്നലെ ഞങ്ങൾ അവിടെ ചെടി വയ്ക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന് ഞാൻ ഊരി അടുപ്പത്ത് വെച്ച് ഉപ്പേരി, അതായത് മെഴുക്ക് പുരട്ടി തോരൻ വെച്ചു. പക്ഷേ അത് പിടിക്കാനായിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് പറ്റിയത് കേട്ടോ. എന്തായാലും ഇനി ഞാൻ ഇങ്ങനെ ഒരു ദിവസം അങ്ങനത്തെ വീഡിയോ ഇടാം. ഗ്യാസ് വരാതിരിക്കാനായിട്ട് സാധാരണ ചില ആൾക്കാർക്ക് മുരിങ്ങയുടെ ഇടയ്ക്ക് ഗ്യാസ് ഉണ്ടാവും, ചിലർക്ക് കേട്ടോ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിതിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, കടുക്, മുളക് അതൊക്കെ വേറെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗ്യാസ് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എനിക്ക് തൈക്ക് ചെയ്യൂ കേട്ടോ, നല്ലതാണ്. ബാക്കിയുള്ള ചോറ് അതിങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സ്റ്റാർച്ച് കുറേ പോവും. തലേദിവസത്തെ ചോറാകുമ്പോഴേ അധികം സ്റ്റാർച്ച് ഉണ്ടാവില്ല. കാരണം തണുത്ത് വെള്ളത്തിലിട്ട് വീണ്ടും വീണ്ടും ആക്കിയതല്ലേ, അതുകൊണ്ട്. കോവയ്ക്കാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. ഉച്ചക്കലക്ക് കോവയ്ക്ക ഉപ്പേരിയാണ് വെക്കുന്നത്. ഉള്ളി നന്നായിട്ട് ചതച്ചു, ചുമന്നുള്ളി ഒരു 10 എടുത്ത് ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലിട്ടു നോക്കിച്ചിട്ട് കുറച്ച് തണി. ഇന്നലെ ഉണ്ടായില്ല. ആ ഇത്ര കിട്ടിയോ? രസമല്ലേ നമ്മുടെ ഇത്? അതാണല്ലേ. ശരി. അവിടെ ഇവിടെയൊക്കെ മുളക്കിയിട്ടാ നമുക്ക് നല്ല കാലമായത് തോന്നണം. അതെ അതെ അതെ. പക്ഷെ മുപ്പിളേപ്പൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പാടം പോലെയാ. ഉള്ളി മൂത്തുട്ടോ. നമ്മുടെ കോവയ്ക്കുപ്പേരിയാണ്, സ്പെഷ്യൽ കോവയ്ക്കുപ്പേരി. എങ്ങനെ വേണം നമ്മൾ വെച്ച കോവയ്ക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഉള്ളി നന്നായിട്ട് മൂത്തു, ഉപ്പിടാം, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്
ഒന്നുകൂടി തുറന്ന് ഇളക്കി നോക്കാം. ഒരു വിധം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇടാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇവിടെ മുളക് ആർക്കും ഇഷ്ടമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം, അതും ഇഷ്ടമാണ്. രാജേട്ടനും മാത്രമാണ് മുളക് ഇഷ്ടമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് അധികം മുളക് കൊടുക്കണ്ടാണ്. കാരണം മുളക് കഴിച്ചാൽ അലർജി ഉണ്ടാവും ഇത്ര. ഈ ചുമയില്ലേ, കുത്തി കുത്തി ചുമ, ഈ ചുമ വരുന്നത് മുളകധികം കഴിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതൊരു തരം അലർജിയാണ്. ഡോക്ടർ പറഞ്ഞു മുളക് കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് പറ്റിയും കഴിക്കുമ്പോഴാണ് അത് വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ കുത്തി കുത്തി ചുമ വരില്ലേ, അത് മുളക് വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് കുറച്ച് കഴിച്ചാൽ മതി. ഇത് കാണാൻ ഭംഗിയുള്ളൂ കേട്ടോ. അത് ചുവപ്പ് നിറം. നമ്മൾ ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. മൂന്ന് സ്റ്റെപ്പായിട്ട് ഇട്ടത്, ഒന്നിച്ചല്ല. ഇപ്പോൾ ഇതാ നല്ല ചൂടുണ്ട് ചീനച്ചട്ടിക്ക്. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാനിത് ഓഫാക്കി. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അത് വെന്തോളും നന്നായിട്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പണി കഴിഞ്ഞു. നമ്മുടെ പണിക്ക് സുബ്രഹ്മണ്യൻ ചേട്ടൻ വന്നിട്ടുണ്ട് പണിക്ക്. അപ്പോൾ ആൾക്ക് കഞ്ഞി കൊടുക്കണം നിർബന്ധമാണ്. അല്ലെങ്കിൽ വിശക്കില്ലേ, സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഞ്ഞി അവിടെ തയ്യാറായിട്ടുണ്ട്. കഞ്ഞിയാണ് കേട്ടോ. കോവയ്ക്കപ്പേരിയും പിന്നെ ഇത്തിരി മാങ്ങക്കറി, നാരങ്ങക്കറി, എന്ത് വേണമെങ്കിലും ആവാം.